നമസ്തേ. നമ്മളിന്ന് എടുക്കുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ 3ാമത്തെ യൂണിറ്റിൽ 2ാമത്തെ ചാപ്റ്റർ 2. ചാപ്റ്റർ 2 പാർട്ട് 1, 1ാമത്തെ ഭാഗം. പാഠത്തിന് പേര് മാഷ് വായിക്കാം. ഠാക്കൂർ കാ കുആ. ഇത് എഴുതിയത് ഹിന്ദിയിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള നോവലിസ്റ്റ്, അല്ലെങ്കിൽ ഉപന്യാസ് സാമ്രാട്ട് എന്നൊക്കെ വിളിക്കുന്ന മുൻഷി പ്രേംചന്ദ് ജി എഴുതിയ ഒരു ഭാഗമാണ് ഠാക്കൂർ കാ കുആ. ഇത് കഹാനിയാണ്, കഥയാണ്. മുൻഷി പ്രേംചന്ദ് ജിയെക്കുറിച്ച് മാഷ് ഒരു സെക്കൻഡ് പറയാം. പേജ് നമ്പർ 60. मुंशी प्रेमचंद जी का जन्म 31 जुलाई 1880, निधन 8 अक्टूबर 1936 में. आप हिंदी और उर्दू के महान भारतीय लेखकों में से एक हैं. आप एक संवेदनशील लेखक, सचेत नागरिक तथा कुशल वक्ता थे. अपने उपन्यास, कहानी, नाटक, समीक्षा, लेख, संपादकीय, संस्मरण आदि अनेक विधाओं में साहित्य की सृष्टि की है. उपन्यासों के क्षेत्र में आपके बहुमूल्य योगदान के कारण आपको उपन्यास सम्राट पुकारे जाते हैं. सेवा सदन, प्रेमाश्रम, रंगभूमि, निर्मला, कायाकल्प, गबन, कर्मभूमि, गोदान आदि उनके उपन्यास हैं. മകരെ, നമ്മൾ ഇതുവരെ പഠിച്ച ഹിന്ദി പാഠഭാഗങ്ങൾ, അതായത് 10ാം ക്ലാസ്സിലല്ല പറയുന്നത്, 8ലും 9ലും ഒക്കെ ഹിന്ദി പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ പ്രേംചന്ദ് ജിയുടെ ഒരു പാഠം പഠിച്ചിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിൻ്റെ പാഠങ്ങൾ ഉൾപ്പെടുത്താതെ ഹിന്ദി സാഹിത്യത്തിൽ ഒരു ഒരു ക്ലാസ്സുകളും നമുക്ക് തീർക്കാൻ വേണ്ടി കഴിയില്ല. അത്രയും മഹാനായിട്ടുള്ള എഴുത്തുകാരനാണ്. ഉപന്യാസ സാമ്രാട്ട് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. 1880 ജനിക്കുന്നത്. 1936 അദ്ദേഹം മരിക്കുന്നത്. കഥ എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, സമ്പാദിക എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഉപന്യാസങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ജസ്റ്റ് വി ക്യാൻ സേ ദാറ്റ് എ വെർസറ്റൈൽ ജീനിയസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ. ഒരു ബഹുമുഖ പ്രതിമയായിരുന്നു ആര്? നമ്മുടെ പ്രേംചന്ദ്. അദ്ദേഹം എഴുതിയ ഒരു കഹാനി, ഒരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നുകൂടെ മാഷ് പറയാം. ഠാക്കൂർ കാ കുആ. ഠാക്കൂർ കാ കുആ. കുആ എന്ന് പറഞ്ഞാൽ മക്കളെ അർത്ഥം അറിയാൻ നിങ്ങൾക്ക് കിണർ എന്നാണ് അർത്ഥം. വെൽ, കിണർ. ഠാക്കൂർ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ ഒരു ഉയർന്ന ജാതിക്കാരൻ്റെ ഒരു സർനെയിമാണ് ഠാക്കൂർ കേട്ടോ. പല ആളുകളുടെയും പേരിൽ പിന്നിൽ നിങ്ങൾക്ക് കാണാം ഠാക്കൂർ എന്ന് പറഞ്ഞാൽ സവർണ ജാതിയിൽപ്പെട്ട, അല്ലെങ്കിൽ ഉയർന്ന ജാതി എന്ന് പറയുന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് ഠാക്കൂർമാർ എന്ന് പറയുന്നത്. അപ്പം ആ ഠാക്കൂറിൻ്റെ ഒരു കുവ, ഒരു കിണറിനെ കുറിച്ചാണ് അദ്ദേഹം വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. പക്ഷേ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുകയാണ്. जोगों ने लोटा मुंह से लगाया तो पानी में सख्त बदबू आ गई. गंगी से बोला, कैसा पानी है? हमारा बांस का पिया नहीं जाता. गला सूखा जा रहा है और तुम सड़ा पानी पिला देती हो. ഇത് വായിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ മാഷ് പറയാം. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇത്രയും ജനപ്രിയമാകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം തീർത്തും നാടൻ ഭാഷകൾ, കൊളോക്കിയൽ ലാംഗ്വേജസ് ഉപയോഗിക്കും. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നമ്മളൊക്കെ സംസാരിക്കുന്ന നാടൻ ഭാഷയുടെ ഉപയോഗം വേണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബഷീറിൻ്റെ കൃതികളെക്കുറിച്ചൊക്കെ പറയാം. ഇത്രയും പ്രബലമാകാനുള്ള കാരണം എന്താ? ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നാടൻ പദങ്ങൾ ഇതിലുണ്ടാകും മക്കളെ. അതൊക്കെ ഇതിൽ വരുന്നുണ്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ. വളരെ സിമ്പിളായിരിക്കും, ആർക്കും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള കഥ. തുടങ്ങുന്നത് നോക്കിക്കോളൂ മക്കൾ. ജോഖുനെ ലോട്ട മൂമേ ലഗായ. ജോഖു എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന കഥാപാത്രമാണ് നമ്മുടെ കഥയിലെ. പേരുകളൊക്കെ അങ്ങനെയായിരിക്കും. ജോഖു, ലോട്ട. ലോട്ട എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുരുട എന്നൊക്കെ പറയും. മൊന്ത, മുരുട. വെള്ളം കുടിക്കാൻ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ചെറിയ, നമ്മുടെ കിണ്ടീൻ്റെ വാലൊക്കെ കളഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതിൻ്റെ ഷേപ്പ്, അതുപോലുള്ള സാധനത്തിനാണ് ലോട്ട എന്ന് പറയുന്നത്. അപ്പം വെള്ളം കുടിക്കാൻ വേണ്ടി ഉസ്നെ ജോഖുനെ മൂസെ ലഗായ. ആ വെള്ളത്തിൻ്റെ ആ ലോട്ട എടുത്ത ആൾ വായിലേക്ക് തൊട്ടുവച്ചിട്ടേ ഉള്ളൂ. പാനി മേ സഖ്ത് ബദ്ബു ആയി. വെള്ളത്തിൽ നിന്ന് ശക്തമായ ബദ്ബു. അർത്ഥം മക്കളെ ദുർഗന്ധം. ബദ്ബു അർത്ഥം എന്താണ്? ദുർഗന്ധം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഖുഷ്ബു. ഖുഷ്ബുവിൻ്റെ ഓപ്പോസിറ്റ് ബദ്ബു. ബദ്ബു ദുർഗന്ധം, ഖുഷ്ബു സുഗന്ധം.
കുഷ്ബു സുഗന്ധം, സുഗന്ധം എന്ന് മറ്റൊരു വാക്കും പറയും കേട്ടോ. സുഗന്ധ് കുഷ്ബു എന്ന് പറഞ്ഞാൽ സുഗന്ധമാണ്, നല്ല മണം. ബദ്ബു എന്ന് പറഞ്ഞാൽ ദുർഗന്ധമാണ്. ഓക്കെ, അപ്പോൾ അയാൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ലോട്ട ജൈസേ മുഹ് में लगाया उस पानी से बहुत ज़्यादा बदबू आ रही थी. ശക്തമായ നാറ്റം വന്നു. ബദ്ബു ദുർഗന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ തീവ്രത കിട്ടൂല. മാഷ് പറയാം നാറ്റം, മോശമായ സ്മെല്ല് വന്നു. ഗംഗീസെ പോലെ അപ്പം അങ്ങനെ വെള്ളം എടുക്കുന്ന സമയത്ത് ദുർഗന്ധം വന്ന സമയത്ത് ഗംഗീസെ പോലെ, ഗംഗി ആരാണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, പത്നിയാണ്. ജോക്ക് പെട്ടെന്ന് ഭാര്യയോട് ചോദിച്ചു, ഗംഗീസെ പോലെ ये कैसा पानी है? ചോദിച്ചു, ഗംഗി ये कैसा पानी दिया तुमने? ഇതെന്ത് വെള്ളം നീ തന്നത്? മാരെ ബസ് കെ പിയാ നെയ് ജാത്താ. പറയേണ്ട മക്കളെ ഹമാരെ ബസ് കെ അല്ലെങ്കിൽ മേരെ ബസ് കെ പിയാ നെയ് ജാത്താണ് കൃത്യമായിട്ട് എന്ത് പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നു നോക്കിക്കോളൂ, മാരെ ബസ് കെ മീൻസ് ദിസ് കൊളോക്കിയൽ ലാംഗ്വേജ്, നാടൻ ഭാഷ വന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ഹമാരെ ബസ് കെ മേരെ ബസ് കെ പിയാ നെയ് ജാത്താ ഹേ, എനിക്കിത് കുടിക്കാൻ കഴിയില്ല. ബസ് എന്നുള്ളത് മക്കളെ നെഗറ്റീവ് നോട്ട് മീനിങ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ബസ് കറോ, ചെയ്യരുത്, ബസ് നിർത്തൂ, നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. ഓക്കെ, പിയാനേ ജാത്ത, പീന കുടിക്കുക. പറഞ്ഞു ഗംഗി തുക്കിനെ കൈസ പാനി ദിയാ ഹൈ ഇത്തിനി ബദ്ബു ആ രഹി ഹൈ മുझे പിയാനേ ജാത്ത, എനിക്ക് കുടിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഗലാ സൂഖാ ജാ രഹാ ഹൈ, ഗലാ അർത്ഥം മക്കളെ ത്രോട്ട്, തൊണ്ട. മേരെ ഗലാ സൂഖാ ജാ രഹാ ഹൈ, സൂഖ്ന മക്കളെ ഉണങ്ങുക, സൂഖ ഉണങ്ങിയ, വരണ്ട ഒക്കെ പറയും. ഓപ്പോസിറ്റ് ഭാഷ പറയാം ഗീല, നനഞ്ഞ, വെറ്റ്. അപ്പം പറയാണ് എനിക്കിത് കുടിക്കാൻ എൻ്റെ തൊണ്ട വരളുന്നുണ്ട്. ഓർത്തും നീയോ സടാ പാനി പിലായി ദേത്തിയെ. സടാ പാനി മത്ലം ഗന്ധാ പാനി, മോശമായ വെള്ളമാണോ എനിക്ക് കുടിക്കാൻ തന്നത്? എൻ്റെ എന്താ പറയേണ്ടത്, എൻ്റെ തൊണ്ട വരളാണ് ദാഹിച്ചിട്ട്. ഓർത്തും ഐസെ സടാ പാനി, ഐസെ ഗന്ധാ പാനി, ഐസെ ബദ്ബൂദാർ പാനി പീനെ കെ ലിയെ ദിയേ ഹോ, ഇത്രയും മോശമായ വെള്ളമാണോ എനിക്ക് ഗംഗി നീ തന്നത് എന്ന് ജോക്കു, ഭർത്താവായ ജോക്കു ഭാര്യയായ ഗംഗിയോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് മക്കളെ ചോദിക്കുന്നത്, ജൈസെ ഹി ജോക്കു ने लोटा लेकर पानी पीने का कोशिश कर रहा था उस समय पानी के अंदर से बहुत ज्यादा सख्त बदबू आ गई और अपना पत्नी से बोला, गंगी तू कैसा पानी दिया है, നീ എന്ത് വെള്ളാ തന്നത്? ये मेरे से पिया नहीं जाता है, എനിക്കിത് കുടിക്കാൻ കഴിയില്ല. മേരാ ഗലാ സൂഖാ ജാ രഹാ ഹൈ, എൻ്റെ തൊണ്ട വരളാണ്. ഓർ തും ഐസെ ഗന്ധേ പാനി ദിയേ, നീ ഇത്രയും മോശമായ വെള്ളമാണ് എനിക്ക് തന്നത്. അപ്പോൾ രണ്ട് മൂന്ന് അർത്ഥങ്ങൾ മാഷ് ഒന്നുകൂടെ പറയാം മക്കളെ. ലോട്ട പറഞ്ഞ മുരിട, ബദുബു ബാഡ് സ്മെൽ, നാറ്റം, ശക്ത ബദുബു ശക്തമായ നാറ്റം, പീന കുടിക്കുക, ഗല തൊണ്ട, സുഖ ഉണങ്ങിയ, സടാപാനി ഗന്ധാപാനി മോശമായ വെള്ളം. ഇത്രയാണ് ആദ്യത്തെ ഒരു പാരഗ്രാഫ്, ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫിൽ മക്കളെ പറയുന്നത്. മുന്നോട്ട് നോക്കിക്കോളൂ. ഗംഗി പ്രതിദിൻ शाम पानी भरने के लिए पानी भर लिया करती थी. कुआं दूर था, बार बार जाना मुश्किल था. कल वह पानी लाई तो उसमें बू बिल्कुल न थी. आज पानी में बदबू कैसी? लोटा नाक से लगाया तो सचमुच बदबू थी. जरूर कोई जानवर कुएं में गिरकर मर गया होगा, मगर दूसरा पानी आवे कहां से? രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്ന മക്കളെ, ഗംഗി പ്രതിദിൻ, പ്രതിദിൻ ദിൻ അർത്ഥം മക്കളെ ദിവസം, പ്രതിദിൻ ഹർ ദിൻ, എല്ലാ ദിവസവും ഗംഗി എന്ത് ചെയ്യാറുണ്ട്? ശ്യാം പാനി ഭർലിയ കർത്തിത്തി, വൈകുന്നേരമാണ് വെള്ളം കോരി കൊണ്ടുവച്ച് നിറച്ച് വെക്കുക വീട്ടിൽ. എല്ലാ ദിവസവും ഗംഗി ചെയ്യുന്നതാണ്. എല്ലാ ദിവസവും വൈകുന്നേരമാണ് വെള്ളം കോരിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നിറച്ച് വെക്കുക. കാരണം എന്താ മക്കളെ? കുവാ ദൂർത്ത, കിണർ വളരെ ദൂരെയാണുള്ളത്. ഓർ ബാർ ബാർ ആന ജാന മുഷ്കിൽ താ, മുഷ്കിൽ കഠിനം, ആസാൻ ഓപ്പോസിറ്റാണ് മാഷ് പറയുന്നത്. ഈസി ലളിതം, മുഷ്കിൽ ഓപ്പോസിറ്റ് ആസാൻ, ആസാൻ ലളിതം, മുഷ്കിൽ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ വെള്ളം കോരി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇസ്ലിയെ ഗംഗി ഹമേശ ഹർ ദിൻ ശാം കോ ഹി പാനി ഭർ ലിയാ കർത്തി थी. അവൾ എപ്പോഴും വെള്ളം വൈകുന്നേരം നിറച്ച് വെക്കുകയാണ് ചെയ്യാറ്. കാരണം കിണറുള്ളത് വളരെ ദൂരെയാണ്. അവിടെ ബാർ ബാർ ജാന ആന, പോവുകയും വരികയും ചെയ്യാന്ന് പറഞ്ഞാൽ മുഷ്കിൽ താ, ബുദ്ധിമുട്ടാണ്. കൽ വഹ് പാനിയിലായി, ഇന്നലെയും അവൾ വൈകുന്നേരം വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. തോസ്മേ ബൂ ബിൽക്കുൽ നത്തി, ഇന്നലെയും കുടിച്ചല്ലോ, തലേന്ന് കൊണ്ടുവന്ന വെള്ളമായിരിക്കും അല്ലേ. അപ്പോൾ അതൊന്നും എന്താണ്? ബൂ അർത്ഥം മക്കളെ ബദ്ബു, ബദ്ബുവിൻ്റെ ഷോർട്ടാണ് ബൂ, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ.
ബദ്ബൂവിൻ്റെ ഷോർട്ടായിട്ട് എഴുതുക ബു, നാറ്റം, ദുർഗന്ധം. പക്ഷെ ബിൽക്കുൽ नहीं थी. ഇന്നലെ വെള്ളം കുടിച്ചാണല്ലോ, അപ്പോൾ അതിനെന്താ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ വെള്ളത്തിൽ? ബിൽക്കുൽ നത്തി, തീരെ ഇല്ലായിരുന്നു. ആജ് പാനിമേ ബദ്ബു കൈസി. അപ്പോൾ ഇന്നെങ്ങനെയായി വെള്ളത്തിന് ഇത്ര ദുർഗന്ധം വന്നത്? ഇന്നലെ വൈകിട്ട് നിറച്ചായിരിക്കും. എന്താ വെള്ളത്തിന് ഇത്രയും ദുർഗന്ധം വന്നത്? ആ സെൻറ്റൻസ് അവസാനിക്കുന്ന നോക്കിക്കോട്ട് മക്കളെ, എക്സ്ക്ലമേഷൻ മാർക്ക് കാണാം, ആശ്ചര്യചിഹ്നത്തോടെ കാണാം. അപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു എക്സ്ക്ലമേഷൻ്റെ ഒരു സാധനം പുറത്തേക്ക് വരണം. എന്താ പറയുന്നത് നോക്കിക്കോളൂ. ആജ് പാനിമേ ബദ്ബു കൈസി. ഇന്നെങ്ങനെയാണ് വെള്ളത്തിൽ ഇങ്ങനെ ഇത്രയും ബാഡ് സ്മെല്ല് വന്നത്? ലോട്ട നാക്സെ ലഗായ. അവൾ ആ ലോട്ട ആ പാത്രം എടുത്തിട്ട് അപ്പം ഈ നാക്ക് മക്കളെ മൂക്ക്, നാക്സെ ലഗായ, മൂക്കിനെടുത്ത് വെച്ചു. തോ സച്ച്മുച്ച് ബദ്ബൂതി. സത്യത്തിൽ എന്തുണ്ട്? സച്ച്മുച്ച് പറഞ്ഞ മക്കളെ സത്യം, സച്ച് സത്യം. സത്യത്തിന് ഓപ്പോസിറ്റ് ജൂട്ട് കളവ്, ജൂട്ട് കളവ്, സച്ച് സത്യം. അപ്പോൾ ശരിയാട്ടോ ഭർത്താവ് പറഞ്ഞത്, സച്ച്മുച്ച് ബദ്ബൂതി നിക്കൽ റഹി. കൃത്യമായിട്ട് ഇതിൽ നിന്ന് മാറ്റം വരുന്നുണ്ടല്ലോ. അപ്പോൾ അവൾ ചിന്തിക്കുകയാണേ, ജറൂർ കോയി ജാൻവർ. ആ തീർച്ചയായും ഏതോ കോയി ജാൻവർ, ജാൻവർ അർത്ഥം മക്കളെ മൃഗങ്ങൾ, ആനിമൽസ്. ഏതോ മൃഗം എന്തായിട്ടുണ്ടാവും, കുവേമേ ഗിർക്കർ മർ ഗയാ ഹോഗ. ആ കിണറിൽ വീണിട്ട് മരിച്ചു പോയിട്ടുണ്ടാവും, ചത്തുപോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇന്ന് ഈ വെള്ളത്തിന് ഇത്രയും നാറ്റം എന്നാണ് ഗംഗി ചിന്തിക്കുന്നത്. ഇന്നലെ വരെ കുടിച്ച വെള്ളത്തിന് യാതൊരു कोई बदबू नहीं था, अच्छा पानी था, हमेशा उसी कुएं से लाते थे और हर दिन पिया करते थे, लेकिन उसके अंदर कोई बदबू कभी नहीं आता. लेकिन आज इस पानी में बदबू कहां से आ गई? हाँ, हो सकता है അവൾ ചിന്തിക്കുകയാണ്, हो सकता है कोई जानवर कुएं में गिरकर मर गया हो. അതിൽ ഗിർനാർത്ഥം മക്കളെ വീഴുക, വീണ് മരിച്ചു പോയിട്ടുണ്ടാവുമോ? പിന്നെ അവൾ ചിന്തിക്കുന്നത് എന്താ, മഗർ ലേക്കിൻ दूसरा पानी कहां से आवे? ആവേ കഹാസേ, എവിടുന്ന് ആയേഗ എന്നുള്ളതാണ് അർത്ഥം മക്കളെ കേട്ടോ. ദൂസരാ പാനി കഹാസേ ആയേ, എവിടുന്ന് വരും വേറെ വെള്ളം, നല്ല വെള്ളം എവിടുന്ന് കിട്ടും? അവസാനിക്കുന്നത് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം എന്താ മക്കളെ അർത്ഥം? ഈ സെന്റൻസ് വലിയൊരു ചോദ്യമാണ് അവളുടെ മനസ്സിലേക്ക് വരുത്തുന്നത്. അച്ഛാ പാനി കഹാസേ ലായേഗ, ദൂസരാ പാനി കഹാസേ മുझे മിലേഗി എന്നുള്ള വലിയൊരു ചോദ്യമാണ് ആ ചോദ്യചിഹ്നത്തിലൂടെ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. തീർച്ചയായും അവളെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യം ഇത് തന്നെയാണ്. അച്ഛാ പാനി ആവേ തോ ആവേ കഹാസേ, നല്ല വെള്ളം കൊണ്ടുവരാം, ലേക്കിൻ കഹാസേ, എവിടുന്ന് കൊണ്ടുവരും? ഇങ്ങനെയുള്ള വലിയൊരു ചോദ്യം, വളരെ വലിയൊരു ചോദ്യചിഹ്നം അവളുടെ മനസ്സിലേക്ക് കിടക്കണം. ഇതാണ്. അപ്പം നമുക്കൊരു കാര്യത്തിൽ മനസ്സിലായി, നല്ല വെള്ളം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ പ്രശ്നമല്ലായിരുന്നു, എന്ത് ചെയ്യാം, ആ വെള്ളത്തെ കളഞ്ഞ് മറ്റൊരു കുറച്ച് വെള്ളം കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അവളെ ചോദ്യം ഇതാണ്, ദൂസര പാനി ആവേ കഹാസേ, എവിടുന്നാ ഇനിയിപ്പം ഞാൻ വെള്ളം കൊണ്ടുവരിക? ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ രണ്ട് പാരഗ്രാഫിൽ വി കെയിം ടു നോ അബൌട്ട് ദി ഇമ്പോർട്ടൻറ്റ് ഓർ മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദി സ്റ്റോറി. ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. വൺ ഈസ് ജോഗു ആൻഡ് സെക്കൻഡ് ഈസ് ഗംഗി ഹിസ് വൈഫ്. ഒന്നാമത്തത് ജോക്കു ആണ്, രണ്ടാമത്തത് ഗംഗിയാണെന്ന് മനസ്സിലായി. ജോക്കുവിന് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി, പക്ഷേ മോശമായ വെള്ളമാണ് കുടിക്കാൻ കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലായി. ഭാര്യയോട് ചോദിക്കുന്നു, അച്ഛാ പാനി കഹാ തും യേ കൈസേ സടേ ഹുയേ പാനി മുझे दिए हो, गला सूखा जा रहा है. ഗംഗി, എൻ്റെ തൊണ്ട പൊട്ടുക വരണ്ടിട്ട് വെള്ളം കുടിക്കാനായിട്ട്. और तुम गंदे पानी देती हो, നീ ഇത്രയും മോശമായ വെള്ളമാണ് എനിക്ക് തരുന്നത്. तो गंगी ने भी अपना लोटा उठाकर अपने नाक से लगाकर देखा तो बहुत ज़्यादा बदबू आ रही थी. അതിന് ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ല് വരുന്നുണ്ട്. അവൾ പറയും, मैं तो कल भी पानी लाए थे, अच्छा पानी था, लेकिन आज बदबू कहाँ से आई? हो सकता है कोई जानवर कुएं में गिरकर मर गया हो. ഏതെങ്കിലും ഒരു മൃഗം വീണ് ചത്തിട്ടുണ്ടാവും, അത് തന്നെയാണ് അതിൽ മാറ്റം വന്നത്. लेकिन एक बहुत बड़ा प्रश्न उसके मन में आती है, मन में उड़ती है कि अच्छा पानी कहाँ से आएगी. അവൾ മനസ്സിലേക്ക് വന്ന വലിയൊരു ചോദ്യം ഇതാണ്, നല്ല വെള്ളം എവിടുന്ന് കിട്ടും എന്ന ഒരു ചോദ്യമാണ്. പിന്നെ അവൾ ചിന്തിക്കുക, ഠാക്കൂർ കെ കുവേ പർ കോൺ ചढ़ने देगा. വീണ്ടും ചോദ്യമാണ് മക്കൾ. दूर से लोग डांट बताएंगे, साहुआ का कुआं गांव के उस सिरे पर है, परंतु वहां भी पानी कौन पानी भरने देगा. कोई दूसरा कुआं
गांव में ही नहीं. അവളെ പ്രശ്നം ഇതാ തുറന്ന് പറയാണ്. എന്താണ്? एक तो ठाकुर का कुआं है, गांव के अंदर ठाकुर का एक कुआं है. അവളുടെ ഗ്രാമത്തിൽ ഠാക്കൂറിന്റെ ഒരു കിണറുണ്ട്. ലേക്കിൻ കോൻ ചടനെ ദേഗാ, ചടിനാർത്ഥ മക്കളെ കയറുക, അതിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ പോലും സമ്മതിക്കില്ല. കോൻ ഇജാജത്ത് ദേഗാ, ഇജാജത്ത് അർത്ഥം മക്കളെ സമ്മതം. वहां से पानी भरने के लिए तो छोड़ो, उस कुएं पर चढ़ भी नहीं सकती है. ഇങ്ങനെ പറയാം. നമുക്ക് നിറയ്ക്കുന്നത് പിന്നെയല്ലേ, ആ കിണറിന്റെ അടുത്തേക്ക് ഒന്ന് കേറാൻ പോലും കോയി നഹി ഇജാസത്ത് ദേഗി, ആരും പെർമിഷൻ കൊടുക്കില്ല. എന്ന് പറഞ്ഞാൽ ഠാക്കൂറിന്റെ കിണറിൽ നിന്ന് വെള്ളം കോരാൻ സമ്മതിക്കില്ല. ദൂർ സെ ലോഗ് ഡാണ്ട് ബത്തായി, ഡാണ്ടിന് അർത്ഥം മക്കളെ വഴക്ക് പറയുക. ഡാണ്ടിന് ദൂരത്തു നിന്ന് ആളുകൾ തെറി പറഞ്ഞ് ഓടിക്കും ഠാക്കൂറിന്റെ കിണറിന്റെ അടുത്തേക്ക് പോയാൽ. ഠാക്കൂർ സമ്മതിക്കില്ല. പിന്നെയോ സാഹു കാ കുവാ ഗാവ് കെ ഉസ് സിറെ പർ ഹെ, മറ്റൊരു കിണറുണ്ട് മക്കളെ. അതെവിടെയുള്ളത്? ഗാവ് കെ ഉസ് സിറെ പർ, ഗ്രാമത്തിൽ, സിരാർത്ഥം അറ്റം എന്നുള്ള അർത്ഥമാണ് മക്കളെ, എൻഡ്. ഗ്രാമത്തിന്റെ അവസാന ഭാഗത്താണ്, സാഹുവിന്റെ അടുത്താണ് ആ കൂവയുള്ളത്. അത് മറ്റൊരു ധനാഢ്യനാണ്. അപ്പം പറയാണ് സാഹുവിന്റെ മറ്റൊരു കൂവയുണ്ട്, അത് ഗ്രാമത്തിന്റെ അത്തലക്കല, വളരെ വളരെ ദൂരെയായിരിക്കും. പരന്തു പക്ഷിയോ വഹാംബി കോൻ പാനി ഭരണേ ദേഗ, പക്ഷെ അവിടെയും ആര് വെള്ളം നിറയ്ക്കാൻ സമ്മതിക്കും? Nobody will give permission to fetch the water from these two wells. ഈ രണ്ട് കിണറിന്നും വെള്ളം കോരാൻ ഒരാളും പെർമിഷൻ തരില്ല. ഇറ്റ് ഈസ് ബിക്കോസ്, കാരണം എന്താ മക്കളെ, ഇറ്റ് ഈസ് ഓൺഡ് ബൈ, വൺ ഈസ് ഓൺഡ് ബൈ ഠാക്കൂർ ആൻഡ് സെക്കൻഡ് ഈസ് വിത്ത് സാഹു. ഒന്ന് രണ്ടാമത്തെ സാഹുവിൻ്റെ അടുത്താണ്, ഒന്നുള്ളത് ഠാക്കൂറിൻ്റെ അടുത്താണ്. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യില്ല? വിൽ നോട്ട് ഗിവ് എനി പെർമിഷൻ ടു ഫെച്ച് ദ വാട്ടർ. വെള്ളം കോരാൻ വേണ്ടി പെർമിഷൻ തരുന്ന പ്രശ്നമേ ഇല്ല. ഓർ മാത്രമല്ല മക്കളെ, കോയി തീസരാ കൂവ, ഇനി മൂന്നാമതൊരു കിണറോ, ഗാവ് മേ ഹൈ ഹി നഹി, ഗ്രാമത്തിലേ ഇല്ല. ഇതാണ് അവൾ വലിയൊരു ചോദ്യചിഹ്നം. കഴിഞ്ഞ പാരഗ്രാഫിൽ അവസാനത്തെ ഭാഗം പറഞ്ഞത്, കഹാസെ പാനി ലായേഗി, എവിടുന്നാണ് ഞാൻ വെള്ളം കൊണ്ടുവരിക? പ്രശ്നം നമുക്കിപ്പോൾ മനസ്സിലായി. ഗാവ് के अंदर दो कुएं तो है, एक ठाकुर का है, दूसरा साहू का है. ठाकुर के कुएं में तो भाई पानी नहीं भरने देगी, दूर से लोग लाड बताकर भगाएंगे, चीत പറഞ്ഞ് ഓടിക്കും. और दूसरा कुआं साहू का है और गांव के उस सिरे पर है, വളരെ അറ്റത്താണുള്ളത്. लेकिन वहां से भी पानी नहीं भरने देगी, അവിടുന്ന് വെള്ളം നിറയ്ക്കാൻ. और तीसरा कोई कुआं गांव में है ही नहीं. മൂന്നാമതൊരു കിണർ എന്ന് പറയുന്ന സാധനം ഗ്രാമത്തിലേ ഇല്ല. അപ്പൊ ഈ ഒരു 3 പാരഗ്രാഫിൽ നമുക്ക് ചെറിയൊരു സ്മെല്ല് വന്നു. എന്താ വന്നത് മക്കളെ? നമുക്ക് കൃത്യമായിട്ട് പറയാം, ജൗക്കു और गंगी निम्न जाति के और पिछड़ी जाति के लोग हैं. ഇത്രയൊരു സ്മെല്ല് നമുക്ക് കിട്ടി. നമുക്ക് ഊഹിക്കാൻ കഴിയും. We can assume simply that Joku and Gangi belongs to the lower class in the society. റിലീജിയൻ ബേസ്ഡ് നോക്കിക്കഴിഞ്ഞാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് ആരൊക്കെ? ജോക്കുവും ഗംഗയും. And Thakur and Sahu, they belongs to the upper class of the society. സമൂഹത്തിൽ ഉയർന്ന ജാതിക്കാരാണ് അവർ. ഇപ്പൊ ചെറിയൊരു ജാതി വ്യവസ്ഥയുടെ ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണാം. That is why she is explaining that those people who have the well with them will not give permission to fetch the water. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത്, ഇവർ രണ്ടുപേരും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണെന്ന് മനസ്സിലായി. മറ്റുള്ള സാഹുവും ഠാക്കൂറും ഒക്കെ ഉയർന്ന ജാതിയിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം കോരാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ the brutality and the cruelty of the caste system is showing.
ഇതാണ് കാണിക്കുന്നത് വളരെ ക്രൂരമായ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ചെറിയൊരു സ്മെല്ല് നമുക്കിപ്പോൾ ഈ 3 പാരഗ്രാഫ് കിട്ടി. അതുകൊണ്ടാണ് വളരെ ദയനീയമായിട്ട് അവൾ പറയുന്നത്, मैं कहां से लाऊंगी अच्छी पानी, मेरा पति जोकू है जिसका गला सूखा जा रहा है, पानी के लिए तरस रहा है, लेकिन मैं कहां से लाऊंगी पानी. गांव में सिर्फ 2 कुएं तो है, एक ठाकुर का है, दूसरा साहू का है, और ये दोनों कुएं से मुझे पानी भरने के लिए कोई इजाजत नहीं देगी, और कोई तीसरा कुआं गांव में नहीं है, तो मैं अच्छे पानी कहां से लाऊंगी, ഞാൻ എവിടുന്ന് കൊണ്ടുവരും എന്നൊരു പ്രാണസങ്കടമാണ് ചോദ്യത്തിലൂടെ ഗംഗി പറയുന്നത്. പിന്നെയോ, ജോക്കു കൈ ദിൻ സെ ബീമാർ ഹെ. ജോക്കുവിന്റെ അവസ്ഥ കണ്ടോളൂ മക്കളെ. കൈ ദിനോ സെ ജോക്കു ബീമാർ ഹെ. ബീമാർ അർത്ഥം മക്കളെ രോഗി, ബീമാരി രോഗം, ബീമാർ രോഗി. കൈ ദിനോ സെ ബീമാർ ഹെ. എത്രയോ ദിവസമായിട്ട് രോഗിയാണ് അയാള്. कुछ देर तक तो प्यास रोके चुप पड़ा रहा. कुछ देर അർത്ഥം മക്കളെ കുച്ച് സമയ തക്, കുറച്ചു നേരം അയാൾ എന്ത് ചെയ്തു, പ്യാസ് കോ റോക്ക് ദിയ. റോക്കിനെ തടയുക. അപ്പം നമുക്ക് തന്നെ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു, പെട്ടെന്ന് കിട്ടിയില്ല, ഒരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചു നേരം പിടിച്ചു നിൽക്കും. ഇപ്പം വഴിയിലാണ് ദാഹം വരുന്നതെങ്കിൽ വേറെ എവിടെയും കിട്ടാനില്ല, അപ്പം എങ്ങനെയെങ്കിലും നമ്മൾ വീട്ടിലെത്തുന്നവരെയൊക്കെ പിടിച്ചു നിൽക്കും. ലേക്കിൻ ഞാൻ ജോക്കു കൈ ദിനോസെ ബീമാർ ഹെ. ജോക്കു എന്ന് പറഞ്ഞ ഒരു നോർമൽ വ്യക്തിയല്ല. കാരണം എന്താ, എത്രയോ ദിവസമായിട്ട് രോഗമാണ് അയാൾക്ക്, എന്തോ അസുഖം ബാധിച്ച് കിടക്കുന്ന ആളാണ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, പ്യാസ് റോക്കെ രക്കായ ദാഹത്തെ തടഞ്ഞു, ചുപ്പടറ, മിണ്ടാതെ കിടന്നു. ഫിർ ബോല, കുറച്ച് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുമോ, ദാഹമല്ലേ. പിന്നെ അയാൾ പറഞ്ഞു, എന്താ പറയുന്നത്, അബ് തോ മാരെ പ്യാസ് നഹീ നഹീ രഹ നഹീ ജാത്ത. ഗംഗി അബ് മുझे नहीं रहा जाता. എനിക്ക് കഴിയില്ല, ഇനി എനിക്ക് ഈ ഒരു ദാഹത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയില്ല. ലാ അർത്ഥം ലാവോ, കൊണ്ടുവാ, തു ലാവോ തോടാ പാനി, ആ വെള്ളം തന്നെ നീ കൊണ്ടുവാ. വഹി പാനി ലേ आओ, अभी मेरे से नहीं रहा जा सकता, मेरा गला सूखा जा रहा है, कई दिनों से मैं बीमार हूं. और कुछ देर तक जोकू ने ऐसे ही पड़ा रहा, लेकिन बाद में अपनी पत्नी को बोला, गंगी तू वो ही पानी लेकर आओ. और गंगी നീ ആ വെള്ളം തന്നെ കൊണ്ടുവാ. മേരെ സെ രഹാ നഹി ജാ രഹാ ഹൈ, എനിക്കിനി നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് വെള്ളം കൊണ്ടുവാ. തോടാ പാനി, അതിൽ നിന്ന് കുറച്ച് വെള്ളം. നാക്ക് ബന്ദ് കർക്കെ പീലൂ, ഞാൻ എങ്ങനെ കുടിക്കട്ടെ. നാക്ക് മൂക്ക് ബന്ദ് കർക്കെ, മൂക്ക് പിടിച്ച് കുടിക്കട്ടെ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ മൂക്ക് തുറന്ന് മക്കളെ കുടിക്കാൻ പറ്റില്ല. കാരണം വായിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് തന്നെ ബാഡ് സ്മെല്ല് മൂക്കിലേക്ക് തുളച്ചു കയറും. അപ്പോൾ ആ സ്മെല്ല് കിട്ടാതിരിക്കാൻ, ആ മണം ദുർഗന്ധം കിട്ടാതിരിക്കാൻ വേണ്ടി പറയാം, ഞാൻ മൂക്ക് പൊത്തിയിട്ടെങ്കിലും ഒരു തുള്ളി വെള്ളം അതിൽ നിന്ന് കുടിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്തായി പോവും, मैं मर जाऊंगा, ഞാൻ മരിച്ചു പോവും. अब मेरे से नहीं रहा जा सकता, ഇപ്പം എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവശതയോടെ തൻ്റെ ഭാര്യയോട് പറയുന്ന ജോക്കുവിനെയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയും. अब मेरे से नहीं रहा जा सकता गंगी, तुम वो ही पानी ले आओ. നീ ആ വെള്ളം തന്നെ കൊണ്ടുവാ. തോടാ നാക്ക് ബന്ദ് കർക്കെ പീലോ, നഹി तो मैं मर जाऊंगा, ഇല്ലെങ്കിലോ ഞാൻ മരിച്ചു പോകും എന്ന് പറയാം. അപ്പം എത്ര ദയനീയമായ ഒരു സിറ്റുവേഷനാണ് വളരെ ഭംഗിയായിട്ട് പ്രേംചന്ദ്ജി നമുക്ക് പറഞ്ഞിരുന്നത്. 2 ക്യാരക്ടേഴ്സിനെ മക്കളെ നമ്മൾ പരിചയപ്പെട്ടു, ജോക്കുവും ഗംഗയും. ആൻഡ് മോറോവർ കൂടാതെ നമ്മൾ എന്ത് മനസ്സിലാക്കി, ജോക്കു ആൻഡ് ഗംഗി ദേ ബിലോങ്സ് ടു ദ ലോവർ ക്ലാസ് ഓഫ് ഇൻ ദ സൊസൈറ്റി. താഴ്ന്ന ജാതിയിൽ ജീവിക്കുന്നവരാണ്. അവർ നേടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തെക്കുറിച്ച് ചെറിയൊരു ചെറിയൊരു നേടാട്ടം നമുക്ക് തോന്നും. കുടിവെള്ളത്തിൻ്റെ കാര്യമാണ്. വയറ് നിറച്ച് ബിരിയാണി കഴിക്കാനല്ല പറയുന്നത്, അത് കിട്ടായിട്ട് നിലവിളിക്കുകയല്ല. പ്രശ്നം എന്താണ്, ജീവൻ നിലനിർത്താനുള്ള കുടിവെള്ളം അത് കിട്ടാത്ത ഒരവസ്ഥ. അങ്ങനെ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഗി എന്ത് ചെയ്തു, ഗംഗീനെ പാനി നെയ് ദിയ, പക്ഷെ ഭാര്യ വെള്ളം കൊടുത്തില്ല. അത്രയും ദുർഗന്ധമുള്ള വെള്ളമാണ്, എങ്ങനെ കൊടുക്കും, കൊടുത്തില്ല. खराब पानी पीने से बीमारी बढ़ जाएगी, इतना जानती थी. अब गंगी इतना जानती थी,  ഇത്രയെങ്കിലും അറിയാം എന്ത് മക്കളെ, ഖരാബ് പാനി പീനെ സേ,
മോശമായ വെള്ളം കുടിച്ചാൽ ബീമാരി ഔർ ബഡ് ജായേഗി. ബീമാരി മാഷ് നേരത്തെ പറഞ്ഞു, രോഗം വീണ്ടും വർദ്ധിക്കും എന്നുള്ള ഒരു ചെറിയ അറിവ് ആർക്കുണ്ട്? ഗംഗയ്ക്കുണ്ട്. ഗംഗി ഗാവ് കി രഹനെ വാലി ഹൈ, പിछड़ी ജാതി की है, इतने पढ़ी लिखी नहीं है. ഇത്രയും നമുക്ക് പറയാം. ഗ്രാമത്തിലുള്ളവളാണ്, താഴ്ന്ന ജാതിയിലുള്ളവരാണ്, പഠിച്ചിട്ടൊന്നുമില്ലാത്തവളാണ്. पर लेकिन वो इतना जरूर जानती थी. പക്ഷെ ഇത്രയും കാര്യം അവൾക്കറിയാം. എന്ത്? ഗന്ദാ പാനി പീനെ സേ, മോശം വെള്ളം കുടിച്ചാലോ ബീമാരി ബഡ് ജായേഗി, രോഗം കൂടും എന്നുള്ള ഒരു സാമാന്യ വിവരമൊക്കെ അവൾക്കുണ്ട്. പരന്തു, പക്ഷേ യഹ് ന ജാൻതി थी, പക്ഷേ പാവം അവൾക്ക് ഇതറിയില്ല. എന്ത്? പാനി കോ ഉബാൽ ദേനെ സേ ഉസ്കി ഖറാബി ചലി രഹതി ഹൈ. ആ വെള്ളത്തെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിലെ അഴുക്കുകൾ മാറും എന്നുള്ള ബുദ്ധി എന്നുള്ള ഇവരാർക്കില്ല, ഗംഗയ്ക്ക് അറിയില്ല. ഭാഷ നേരത്തെ പറഞ്ഞു, ഇത്ര പഠിയിലേക്ക് നെഹി, ഇത്രയും പഠിച്ച കുട്ടികളൊന്നുമല്ല, സാമാന്യ ബോധമുണ്ട്. മോശം വെള്ളം കുടിച്ചാൽ രോഗം കൂടും, എവരിബഡി ന്യൂസ്, എല്ലാവർക്കും അറിയാം. ആ ഒരു വിവരം ആർക്കുണ്ട്? നമ്മളെ ഗംഗയ്ക്കുണ്ട്. അവൾ വെള്ളം കൊടുത്തില്ല. പക്ഷെ അവൾക്ക് എന്തറിയില്ല, ആ വെള്ളത്തെ തിളപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ പറയില്ലേ വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ഒരു മെത്തേഡ് ബോയിലിംഗ് ഓഫ് വാട്ടർ. അപ്പം വാട്ടർ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്യൂരിഫിക്കേഷൻ നടക്കും. അതൊന്നും കാര്യമൊന്നും ഗംഗയ്ക്ക് അറിയില്ല. അപ്പം ഗംഗി പറഞ്ഞു, നീ വെള്ളം കൊടുത്തില്ല. ബോലി, അവൾ പറഞ്ഞു, ये पानी कैसे पियोगे? आप ये पानी कैसे पियोगे? ചോദിച്ചു, താങ്കൾ എങ്ങനെയായി വെള്ളം കുടിക്കുക? ഞാൻ ജാനെ, നമുക്കറിയോ, കോൺ ജാൻവർ മറ ഹൈ, ഏത് മൃഗാണ് വീണ് മരിച്ചതെന്ന് നമുക്കറിയോ. और आप ये कैसे पानी पिएंगे, गंदे पानी? आप तो बीमार हैं, ऊपर से गंदा पानी पियोगे तो आपकी बीमारी भी बढ़ सकती है, इसलिए मैं नहीं देती. और अर्जुन ഞാൻ തരൂല്ല. आप कैसे पियोगे इतने गंदा पानी? താങ്കൾ എങ്ങനെയാണ് ഇത്രയും മോശമായ വെള്ളം കുടിക്കുക? അതുകൊണ്ട് ഞാനെന്ത് ചെയ്യാം? നമുക്കറിയോ, കോൺസി ജാൻവർ ഗുഹമേ ഗിർക്കർ മറകാവുക, ഏത് മൃഗാണ് വീണ് ചത്തതെന്ന് അറിയോ? ഇല്ലല്ലോ. കുവേസേ മേ ദൂസരാ പാനി ലായേ ദേത്തി ഹും. അവൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കിണറിൽ നിന്ന് എന്ത് ചെയ്യാം? ദൂസരാ പാനി ലേയാത്തി ഹും, ഞാൻ വേറെ വെള്ളം കൊണ്ടുവരാം, കിണറിൽ നിന്ന് വേറെ വെള്ളം കൊണ്ടുവരാം എന്ന് പറയും. കിണറിൻ്റെ അവസ്ഥ നമുക്ക് അറിഞ്ഞാലോ, നേരത്തെ അറിയാം. അപ്പം ഏതോ ദൂര ഗ്രാമത്തിൽ നിന്നൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നതുണ്ടാവുക. और फिर भी गंदा पानी नहीं दिया गंगी ने अपने पति को. എൻ്റെ ഭർത്താവിന് മോശമായ വെള്ളം കൊടുത്തില്ല. അങ്ങനെ അവൾ ഇൻകാർ കർ ദിയ പാനി ദേനേസെ, വെള്ളം കൊടുക്കുന്നത് അവിടെ തടഞ്ഞു. അവൾ പറഞ്ഞു, ആക്ക് ബീമാരി ഓർ ബഡ് ജായേഗി, ആപ് ചിന്താ മത് കരോ, മേ അച്ഛി പാനി ലേ ആത്തി ഹൂം, നിങ്ങൾ പേടിക്കണം, ഞാൻ നല്ല വെള്ളം കൊണ്ടുവരാം എന്ന് അവൾ പറഞ്ഞു. ജോക്കുനെ ആശ്ചര്യ സേ ഉസ്കി ഓർ ദേഖാ. ഇത് കേട്ടപ്പം when he heard the words from his wife, he became surprised. ഈ വാക്ക് കേട്ടപ്പോൾ അയാൾ അന്തം വിട്ടുപോയി. ജോക്കു ചോദിച്ചു, പാനി കഹാ സേ ലായേഗി, നീ എവിടെന്താ വെള്ളം കൊണ്ടുവരിക ഗംഗി? ഗംഗി അങ്ങ് ആവേശത്ത് പറഞ്ഞു, ഞാൻ ഇതെപ്പോൾ വെള്ളം കൊണ്ടുവരാം, നല്ല വെള്ളം. ഭർത്താവ് ആശ്ചര്യ ഉസ്കി ഓർ ദേഖാ, അത്ഭുതപ്പെട്ട് അവളിനെയാണോ പറയുന്നത്? അവളോട് നോക്കിയിട്ട് അവളോട് ചോദിച്ചു, ഗംഗി തു കഹാ സേ പാനി ലായേഗി, നീ എവിടുന്നാ വെള്ളം കൊണ്ടുവരിക? അദ്ദേഹം വീണ്ടും പറയാണ്, അവൾ പറയാണ്, എന്താ പറയുന്നത്? ഠാക്കൂർ ഓർ സാഹു കെ ദോ കുവേ തോ ഹേ. ഭാര്യ ഉടനെ പറഞ്ഞു, ഗംഗി പറഞ്ഞു, ഠാക്കൂർ ഓർ സാഹു കെ ദോ കുവേ തോ ഹേ. ഠാക്കൂറിന്റെയും സാഹുവിന്റെയും 2 കിണറുണ്ടല്ലോ. ക്യാ, എന്താ? ഏക് ലോട്ട പാനി നെയ് ഭർനേ ദേ, ഒരു മുരുട വെള്ളം, ഒരു കപ്പ് വെള്ളം നിറയ്ക്കാൻ അവർ സമ്മതിക്കില്ലേ? കുടം നിറയൊന്നും വേണ്ട, കുടിക്കാൻ ഒരു ഇത്തിരി വെള്ളം. ഏക് ലോട്ട പാനി, തോടാ സാ പാനി, പീനെ കെ ലിയേ പാനി, ക്യാ ഭർനേ സക്തി, നിറയ്ക്കാൻ കഴിയില്ലേ? अरे 2 कुएं तो है हमारे गांव में, हमारे ग्राम में 2 കിണറുണ്ടല്ലോ. पहले ही बताया था, एक कुआ ठाकुर का है और दूसरा कुआ साहू का है. അപ്പോൾ എന്താ മക്കളെ പറഞ്ഞു? നമ്മൾ ഒരു ആവേശത്തിൽ പറഞ്ഞു, ഗംഗി मैं अच्छा पानी लाई देती हूँ, ഞാൻ നല്ല വെള്ളം കൊണ്ടുവരാം, പേടിക്കണ്ട. ठाकुर ചോദിക്കുകയാണ്. ठाकुर പറഞ്ഞു, ആശ്ചര്യ സേ ജോക്കു ने उसके ऊपर देखा, ഭാര്യയെ നോക്കിയിട്ട് പറഞ്ഞു, कहाँ से लाएगी पानी?
നീ എവിടുന്നാ കൊണ്ടുവരിക? അപ്പം ഭാര്യ എന്താ പറഞ്ഞ, നേരത്തെ പറഞ്ഞില്ല മാഷ്, ഠാക്കൂർ और साहू के धुएं तो है क्या एक लोटा पानी नहीं भरने देंगे. എന്തായാലും 2 കിണർ നമ്മുടെ ഗ്രാമത്തിലുണ്ടല്ലോ. एक तो ठाकुर का है जो पहले बताया, एक साहू का है. क्या एक पीने के लिए 1 लोटा पानी नहीं भरने देंगे? क्या इतना क्रूर है लोग? എന്നുള്ള മറുപടിയാണ് ആര് മക്കളെ കൊടുക്കുന്നത്? നമ്മുടെ ഗംഗി ഭർത്താവിന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്നുള്ള നിലയ്ക്ക് മാഷ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി അതിനുശേഷം സെക്കൻഡ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് വരുന്നതായിരിക്കും. ഓക്കെ.